ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മളുടെ അടുത്ത ക്ലാസ് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ഇന്ന് രാവിലെ ഞാൻ ദേവരെടുത്തതിൻ്റെ നോട്ട് എഴുതി അയച്ചിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ടിലേക്ക് കൃത്യമായിട്ട് പകർത്തി എഴുതുക. കുറച്ചായിട്ടാണ് എടുക്കുന്നത്. അത് കുറച്ചായിട്ട് നോട്ട് അയക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എവിടെയെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, മനസ്സിലാവണുണ്ട് എന്ന് വിചാരിക്കുന്നു. നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ സന്തോഷം. എല്ലാവരും ക്ലാസ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. പുതുതായിട്ട് ചേർത്തിട്ടുള്ള ആൾക്കാർ ഞാനൊന്നും കൂടി പറയുകയാണ്, നിങ്ങൾ ആ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ആർക്കെങ്കിലും തിങ്കളാഴ്ച മുതൽ ഇട്ടിട്ടുള്ള ക്ലാസ്സുകളിൽ ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ 4ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പുള്ള ഏതെങ്കിലും ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ നമ്പർ ആ ഗ്രൂപ്പിലുണ്ട്. എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏതാ കിട്ടാത്തതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇന്നലെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റുകളും ആ കൺസെപ്റ്റുകളിൽ ഓരോ എമിനൻ്റ് അതോറിറ്റീസ് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 കൺസെപ്റ്റാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫങ്ഷണൽ കൺസെപ്റ്റ്, ഹ്യൂമൻ റിലേഷൻസ് കൺസെപ്റ്റ്, ഡിസിഷൻ കൺസെപ്റ്റ്, പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ്, ഇന്റഗ്രേഷൻ കൺസെപ്റ്റ്. അങ്ങനെ 5 കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡെഫിനേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രോസസ്. ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. മാനേജ്മെന്റ് ഈസ് കൺസിഡറിങ് ആസ് എ പ്രോസസ്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, coordinating, commanding, controlling, etc. Through the different employees or people appointed in a business organization for the attainment of the specified objective. നമ്മൾ പറഞ്ഞു, ഏത് സ്ഥാപനത്തിനാണെങ്കിലും ഒരു ഗോൾ, അതല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ഒരുപാട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യണം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടുന്നതാണ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾ അറ്റൈൻമെന്റ് അല്ലെങ്കിൽ ഗോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ഡിഫറെന്റ് പ്രോസസ്സസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കമാൻഡിങ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ്, എക്സെട്ര. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തു തീർത്ത് കഴിയുമ്പോഴാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അതിന്റെ ഗോൾ അറ്റൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ സിമ്പിൾ ഡെഫിനേഷൻ പറഞ്ഞു, മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അപ്പൊ മറ്റുള്ള ആളുകളിൽ കൂടി ഈ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സസ് കംപ്ലീറ്റ് ചെയ്തു കഴിയുമ്പോഴാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ എയിം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ ഒരു പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെറും പ്രോസസ് എന്നാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് മാനേജ്മെന്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. നമ്മൾ പറഞ്ഞു, പുരാതന കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യർക്കാണെങ്കിൽ അവരുടെ എയിം എന്ന് പറയുന്നത് ഭക്ഷ്യവിഭവങ്ങൾ തേടി കണ്ടുപിടിക്കുക, അത് കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ബട്ട് അറ്റ് പ്രസന്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ കൺസിഡറിങ് ആസ് സോഷ്യൽ ആനിമൽസ് or social beings. That is why the management can attain its objective only through the other people or through the effort of the other people appointed in the business organization. Or manager's job is to get things done through other people. ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഓണർ
അല്ലെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മാനേജർ മാത്രം വിചാരിച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നിശ്ചിത സമയത്ത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ ഗ്രൂപ്പ് എഫേർട്ട് വിത്തിൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് എഫേർട്ട് ഈസ് അണ്ടർടേക്കൺ ത്രൂ ദ ഡിഫറെന്റ് എംപ്ലോയീസ് ഓർ ഡിഫറെന്റ് സ്റ്റാഫ് അപ്പോയിന്റഡ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. സോ ദ റിസൾട്ട് ഓഫ് ദി management means the effort of the people appointed in the business organization. Thus we can say that it is a social process. മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹിക ജീവിയാണ്. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാമൂഹിക ജീവിയായിട്ടുള്ള മനുഷ്യന്റെ എഫർട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് ആ ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു നിശ്ചിത ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ലക്ഷ്യം അറ്റൈൻ ചെയ്യണമെങ്കിൽ there should be a group effort and that group effort is contributed by the human beings appointed in the business organization in the capacity of the employees. അതുകൊണ്ടാണ് അതിന് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹിക ജീവിയാണ്. ആ സാമൂഹിക ജീവിയായിട്ടുള്ള മനുഷ്യന്റെ എഫർട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു ലക്ഷ്യം എത്തുന്നതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാനായിട്ട് അല്ലെങ്കിൽ നിറവേറ്റാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിന് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യങ്ങളില്ലാതെ നമ്മൾ വെറുതെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തു തീർത്താൽ നമ്മളുടെ സമയം പോയി, അതല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം പോയി എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള അഡ്വാൻറ്റേജും ഉണ്ടാവാനായിട്ട് പാടില്ല. സോ എവരി ബിസിനസ് ഓർഗനൈസേഷൻ ഓർ എവരി മാനേജ്മെന്റ് എയിംസ് ടു ഒബ്റ്റെയിൻ എ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് പേഴ്സൺസ്. കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാവണം. വൈസ് ആൻഡ് മീൻസ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. നമ്മളൊരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടായിരിക്കണം. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുള്ളതാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ വി ആർ ഹാവിങ്, ഇന്നലെ ഞാൻ പറഞ്ഞു, വി ആർ ഹാവിങ് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിറവേറ്റാനായിട്ട് നമുക്ക് പല വിധത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. പക്ഷെ നമ്മൾ ആ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ളതും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള മാർഗമായിരിക്കണം സെലക്ട് ചെയ്യേണ്ടുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിട്ടുള്ള ആ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ദാറ്റ് എഫർട്ട് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഇപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ബികോം കോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് അതിനെ 6 ഡിഫറെന്റ് സെമസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സെമസ്റ്റേഴ്സിലും നിങ്ങൾ പഠിക്കേണ്ടുന്ന പേപ്പർ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് യൂണിവേഴ്സിറ്റി സ്കീമിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ പേപ്പേഴ്സും നിങ്ങൾ പഠിപ്പിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ബികോം എന്ന് പറയുന്ന നമ്മളുടെ ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബികോം ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ we will have to wait for 3 years. 3 കൊല്ലത്തെ കോഴ്സാണ്. ആ 3 കൊല്ലത്തിൽ ഓരോ കൊല്ലത്തിൽ 2 സെമസ്റ്റേഴ്സ് വീതമാണ്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ആ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് കൃത്യസമയത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതണമെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സഹായിക്കുന്ന ഒരുപാട് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. അപ്പൊ അവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് അവരുടേതായിട്ടുള്ള വർക്ക് കൃത്യസമയത്ത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള മാനേജ്മെന്റിന്റെ എയിം അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം ഏതൊരു മാനേജ്മെന്റിനാണെങ്കിലും ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് there should be a specified objective and to attain the specified objective there should be the coordination of human beings and other material resources.
റിസോഴ്സസ് എന്നല്ല നമ്മൾ പറഞ്ഞു. 2 കാര്യങ്ങളെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. ഒന്ന് ഹ്യൂമൻ ബീയിങ്സിന്, മറ്റൊന്ന് മെറ്റീരിയൽ റിസോഴ്സസിന്. അപ്പൊ ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഹ്യൂമൻ എഫർട്ട് ഡിവൈഡ് ചെയ്ത് ശരിയായിട്ടുള്ള രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുന്നത്. അതാണ് തേർഡ് എലിമെന്റ് പറഞ്ഞത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇന്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. അല്ല നമ്മള് ഇന്റഗ്രേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ഇന്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ആദ്യം കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മണി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻ ടു ദ ബിസിനസ് ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ക്യാപിറ്റൽ. നമ്മൾ പണം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ് എന്ന് പറയുന്നത് മണി അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന എലിമെന്റ് ആണ്. ആൻഡ് മെഷീനറീസ്, ഇപ്പൊ നമുക്കറിയാം പണ്ടാണെങ്കിൽ മനുഷ്യ പ്രയത്നം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പൊ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന്റെ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് മെഷീനറീസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. സോ മെഷീനറി ഈസ് എ മസ്റ്റ്. ആൻഡ് ദി അതർ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, ടൂൾസ്, ഇംപ്ലിമെന്റ്സ് എന്നൊക്കെ പറയുന്ന സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ടു യൂസ് ഓൾ ദീസ് തിങ്സ് ദർ ഷുഡ് ബി ഹ്യൂമൻ എലിമെന്റ്, പീപ്പിൾ എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ മെൻ, മെഷീനറി, മെറ്റീരിയൽസ് ആൻഡ് പീപ്പിൾ എന്ന് പറയുന്ന എലിമെന്റ്സിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നിശ്ചിത സമയത്തിനുള്ളിൽ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ എല്ലാ എലിമെന്റ്സിനെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇന്റഗ്രേഷൻ കൺസെപ്റ്റ്. അപ്പൊ ഇന്റഗ്രേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദി ഓർഗനൈസേഷണൽ റിസോഴ്സസ് ഇൻ ദി കറക്റ്റ് മാനർ, ശരിയായിട്ടുള്ള അളവില്. ഇപ്പൊ ഫിനാൻസ് ആയിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക്കിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതായത് എംപ്ലോയീസിനെ ആയിക്കോട്ടെ, നമ്മൾ ശരിയായിട്ടുള്ള അനുപാതത്തിലായിരിക്കണം യൂട്ടിലൈസ് ചെയ്യേണ്ടുന്നത്. ചിലത് കൂടുതലും ചിലത് കുറവും എന്ന് പറഞ്ഞിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബിസിനസ് ഓർഗനൈസേഷന് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ലക്ഷ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. ഏറ്റവും നല്ല വഴി ഏതാണ് അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ഷൻ ഏതാണ് എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് കൃത്യസമയത്ത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ബികോമിന് ചേർന്നു, 3-ാമത്തെ വർഷമാകുമ്പോൾ എനിക്ക് ബികോമിന് ചേരേണ്ടിയിരുന്നില്ല, വേറെ വല്ല കോഴ്സിനും പോയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ചിന്തിക്കുകയും ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് ഉചിതമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദി സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ദ അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. നമുക്ക് ആ പ്രത്യേക സമയത്ത് ഏതൊക്കെ വിധത്തിലുള്ള ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണോ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എഫിഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയണമെങ്കിൽ
അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ സക്സസ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡിസിഷൻ ടേക്കൺ ബൈ ദ സുപ്രീം അതോറിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ദ ഡിഗ്രി ടു വിച്ച് the decisions are affected the work of the business organization. സ്ഥാപനത്തിന്റെ ഭാവിയിൽ പിന്നെ വരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ അടുത്തുള്ള തീരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യരാണെങ്കിലും ഓർഗനൈസേഷൻസ് ആണെങ്കിലും നമ്മളുടെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ സമയബന്ധിതമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ചില ആൾക്കാർ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ അത് നടപ്പിലാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് നടപ്പിലാക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താ തീരുമാനിക്കേണ്ടത്, ഏത് സമയത്താ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ് ഓർഗനൈസേഷന്റെ കാര്യത്തിലാണെങ്കിലും സക്സസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് മാനേജ്മെന്റിന്റെ എന്ത് ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീഡർഷിപ്പ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു എലിമെന്റ് എന്ന് പറയുന്നതാണ് ലീഡർഷിപ്പ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ടു അണ്ടർടേക്ക് ദ ആക്ടിവിറ്റീസ് ഇൻ എ സ്മൂത്ത് മാനർ. There should be a team leader to lead the employees of the business organization. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ടീം ഓഫ് വർക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ടീം ഓഫ് വർക്കേഴ്സിന്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അവർക്ക് സമയബന്ധിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനും സാധിക്കുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലീഡർ എന്ന് പറയുന്നത് ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും ഉണ്ടായിരിക്കണം. ടു ആക്ട് ആസ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു ദ ടീം ഓഫ് വർക്കേഴ്സ് appointed in a business organization. The leader must have the quality of inspiring, motivating and winning the confidence of the subordinates. എല്ലായ്പ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി ശകാരിക്കുന്നതിന് പകരം അവര് ചെയ്തിട്ടുള്ള വർക്കിന്റെ നല്ല വശങ്ങൾ കണ്ടിട്ട് അവരെ ഇൻസ്പയർ ചെയ്യാനും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യാനും നല്ല നല്ല ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് മോട്ടിവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടീം ഓഫ് വർക്കേഴ്സിന് മാനേജർ വേറെയാണ് ഞങ്ങൾ വേറെയാണ് എന്നുള്ളൊരു തോന്നലില്ലാതെ നമ്മൾ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവണം. നമ്മൾ സാധാരണ അവരെ മാനേജർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മാനേജർ എന്ന് പറയുന്നത് ടീം ലീഡർ, അയാളെ അപ്പോയിന്റ് ചെയ്തതുകൊണ്ട് മാനേജറായിട്ട് കാര്യമില്ല. ബൈ വർക്ക് ഓർ ബൈ പ്രൊവൈഡിങ് കോഓർഡിനേഷൻ ആൻഡ് സപ്പോർട്ട് the subordinate staff will have to recognize him as the manager. അയാൾ അപ്പോയിന്റ് ചെയ്തതുകൊണ്ട് അയാൾ മാനേജർ ആവും. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ മാനേജർ ആവണമെങ്കിൽ അയാളുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് അയാൾക്ക് എല്ലായ്പ്പോഴും ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. മാനേജർ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള ഇൻസ്പിരേഷൻസ് അല്ലെങ്കിൽ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ആവശ്യം വരുന്നതായിട്ടുള്ള കറക്ഷൻസ് തരുന്നതിന് എല്ലായ്പ്പോഴും നമ്മളുടെ കൂടെ നിർത്താവുന്ന ഒരു ആളാണ് എന്നുള്ളൊരു തോന്നല് എല്ലായ്പ്പോഴും സബോർഡിനേറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യാനും അവരെ നേരായ മാർഗത്തിൽ കൂടി നയിക്കാനും അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള കറക്ഷൻസ് കൊടുക്കാനും കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജറായിട്ട് അല്ലെങ്കിൽ ലീഡറായിട്ട് ആക്ട് ചെയ്യേണ്ടുന്നത്. അതാണ് ഒരു മാനേജ്മെന്റിന് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നതാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഘടന എന്ന് പറയുന്നതാണ് പറയാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് ഹാവിംഗ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെന്റ് ഈസ് ഹാവിംഗ് എ യൂണിവേഴ്സൽ
ആപ്ലിക്കേഷൻ. അല്ലെ ഞാൻ പറഞ്ഞു, ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഭവം എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസിനാണെങ്കിലും റിലീജിയസ് ഓർഗനൈസേഷൻസിനാണെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിനാണെങ്കിലും ഒക്കെ തന്നെ ദർ ഷുഡ് ബി ദ മാനേജ്മെന്റ്. ഞാൻ ആദ്യം പറഞ്ഞു, ജീവിതത്തിൽ മനുഷ്യൻ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് മാനേജ്മെന്റ് ആണ് എന്നറിയും, പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് അത് മാനേജ്മെന്റ് ആണ് എന്നുള്ളത് അറിയില്ലെങ്കിൽ പോലും ദേ ആർ മാനേജിങ് ദ ആക്ടിവിറ്റീസ് ഇൻ ദെയർ ഡെയിലി ലൈഫ്. ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ഈവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ള മാനേജ്മെന്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും, ഏത് കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മാനേജ്മെന്റ് ഈസ് ഹാവിങ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അപ്പൊ എക്കണോമിക്സിന്റെ കാര്യത്തിലാണെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസിലാണെങ്കിലും റിലീജിയസ് ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുള്ള ഏത് കാര്യത്തിലാണെങ്കിലും ഇൻ വൺ വേ ഓർ ദി അതർ വി ഹാവ് ടു യൂസ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ്. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ്. അപ്പൊ നമുക്കറിയാം, ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ദിവസത്തിൽ കിട്ടുന്നത് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയമാണ്. ദൈവം ആളുകളെ സൃഷ്ടിച്ച സമയത്ത് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് സമയമാണ്. ചില ആൾക്കാർക്ക് സമയമില്ല എന്നുള്ള പരാതി ഉണ്ടാവും, ചില ആൾക്കാർക്ക് സമയം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ കിട്ടുന്ന സമയം പരമാവധി അവരുദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ ദേ ആർ നോയിങ് ദ ടൈം മാനേജ്മെന്റ്. എങ്ങനെയാണ് സമയത്തിനെ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുക എന്നറിയാവുന്ന ആൾക്കാർക്ക് സമയം വേസ്റ്റ് ആവുന്നു എന്നുള്ളൊരു പ്രശ്നം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പണമാണെങ്കിലും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സമയമാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള മറ്റ് എക്കണോമിക് റിസോഴ്സസ് ആണെങ്കിലും വിത്ത് ഓർ വിത്തൗട്ട് നോയിങ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ് വി ആർ മാനേജിങ് എവരിത്തിങ്. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ് എന്ന് പറയാനുള്ള കാരണം. ഇനി നെക്സ്റ്റ്, മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. നമ്മൾ ഇപ്പൊ എത്ര നേരം പറഞ്ഞത് അതാണ്. മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോ പറഞ്ഞു, എവരി ഫേം ഡിറ്റർമിൻസ് ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓർഗനൈസേഷൻസ് അതിന്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നതാണെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും മെഷീനറീസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. മുൻകൂറായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, മെൻ, മണി, മെറ്റീരിയൽ എക്സെട്ര ആർ ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രോപ്പർ മാനർ. അപ്പൊ എത്ര ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യണം, എത്ര മെഷീനറി വാങ്ങണം, എത്ര പണം ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് നമ്മളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ലക്ഷ്യമില്ലാതെ വെറുതെ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇറ്റ് വിൽ ബിക്കം മീനിങ്ലെസ്. അതുകൊണ്ട് നമുക്കൊരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എൻഡ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻസിന് പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിന് ആവശ്യം വരുന്നതായിട്ടുള്ള മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു, in every action undertaken in a business organization
there should be a human brain behind that particular activities. നമ്മൾ എത്ര മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ വൃത്തിയായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിലും ചെയ്തു തീർക്കണമെങ്കിൽ ആ എല്ലാ ആക്ഷൻസിന്റെ പിന്നിലും ഒരു ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്യാൻ പെർഫോം ദി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ പുതിയ പുതിയ സംവിധാനങ്ങൾ റോബോട്ടുകളൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കൊറോണ വന്ന സമയത്തൊക്കെ പല ഹോട്ടലുകളിലും ഫുഡ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ റോബോട്ടുകളെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ TV മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ റോബോട്ടുകൾ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നതും ആ റോബോട്ടുകൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്നതും ഹ്യൂമൻ ബ്രെയിൻ ആണ്. അപ്പൊ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഇല്ലാതെ നോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്യാൻ ഫങ്ഷൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി മാനേജ്മെന്റ്. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ആക്ടിവിറ്റീസ് ശരിയായിട്ടുള്ള രൂപത്തിൽ മാനേജ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വൽ പെർഫോം ദ ആക്ടിവിറ്റീസ് ഇൻ ദി സ്മൂത്ത് മാനർ, then only there is the possibility of management. മിനിമം ആളുകളെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. മാനേജർ എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. പണ്ടത്തെ പോലെ ഏതെങ്കിലും ആളുകളെ പഠിച്ചിട്ട് നമുക്കൊരു കാരണവശാലും മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എനി പേഴ്സൺ അപ്പോയിന്റഡ് ഇൻ ദി കപ്പാസിറ്റി ഓഫ് എ മാനേജർ ഷുഡ് ഹാവ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഹി മസ്റ്റ് ഹാവ് പ്രൊഫഷണലിസം ഇൻ കണക്ഷൻ വിത്ത് ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ഇൻ ദി ഓർഗനൈസേഷൻ. ആരെങ്കിലും പിടിച്ചിട്ട് നമ്മൾ മാനേജറാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ മാനേജർ ആവണമെങ്കിൽ എന്ത് വേണം? ഹി മസ്റ്റ് ഹാവ് പ്രൊഫഷണൽ ക്വാളിറ്റീസ്. ഇപ്പൊ MCom MBA എന്നൊക്കെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെയാണ് സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻസ് മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദേ ആർ അണ്ടർടേക്കിംഗ് ദ ഡ്യൂട്ടി ഓഫ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. അപ്പൊ അവരതൊരു തൊഴില് എന്നുള്ള രൂപത്തിലാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. ചില ആൾക്കാര് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ ഫെയിലിയർ ആവും. ദുർലഭം ചില ആൾക്കാർക്ക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലും അവർക്ക് വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആവും. അതൊക്കെ ദുർലഭമായിട്ട് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് നോളജ് ഉണ്ടാകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിനനുസരിച്ച് വി ക്യാൻ ബിക്കം എ ഗുഡ് മാനേജർ. അതാണ് പ്രൊഫഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് എ സയൻസ്. Art and science. The performance of the activities are there in case of the management, and that is why it is considering as an art. Systematized ആയിട്ട് ചില ആക്ടിവിറ്റീസ് ആണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി നോളജ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കൺസിഡറിംഗ് ആസ് an art, and it is also considering as a science which is different from physics, കെമിസ്ട്രി എക്സെട്ര. അപ്പൊ ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷെ ഈ നമ്മൾ പഠിക്കുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അക്കോർഡിംഗ് ടു ദ ഹ്യൂമൻ ബീയിങ്, അക്കോർഡിംഗ് ടു ദ ഏജ്, അക്കോർഡിംഗ് ടു ദ എക്സ്പീരിയൻസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പൊ കോളേജില് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഒരു ഫാക്ടറിയിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഒരു റിലീജിയസ് ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലായിടത്തും ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. പക്ഷെ ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂട്ടിലൈസിംഗ് നോളജ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്.
നമ്മൾ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നിറവേറ്റാനായിട്ട് ആവശ്യം വരുന്ന രൂപത്തിലാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഫിസിക്സിലോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ നമ്മൾ പറയുന്നത് പോലെ ഒരിക്കലും കൃത്യമായിട്ടുള്ള രൂപത്തിലല്ല നമ്മൾ മാനേജ്മെന്റ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമുക്കറിയാവുന്ന സിസ്റ്റമാറ്റൈസ്ഡ് നോളജിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെ സയൻസ് അതേപോലെ തന്നെ ആർട്ട് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാനുള്ള കാരണം. ആൻഡ് നെക്സ്റ്റ് ഈസ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ മാത്രമല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് സോഷ്യോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, റിസർച്ച് എക്സെട്ര. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മാത്രമല്ല നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. എക്കണോമിക്സിലാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും മനുഷ്യശാസ്ത്രത്തിലാണെങ്കിലും ഓപ്പറേഷൻ റിസർച്ചിലാണെങ്കിലും ഒക്കെ there is the need of management. That is why it is called multidisciplinary. ഏതെങ്കിലും ഒരു ശാഖയിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മാത്രം നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്താൽ പോരാ. എന്നാലും നമ്മൾ പറഞ്ഞു കുടുംബത്തിലാണെങ്കിലും ഓർഗനൈസേഷനിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എക്കണോമിക്സിലാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും ഒക്കെ നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ അത്യാവശ്യമാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനറി. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡൈനാമിക്. അതാണ് ഞാൻ പറഞ്ഞത്, പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസൃതമായിട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു COVID-19 വന്ന പശ്ചാത്തലത്തിൽ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന മിക്കവാറും ആൾക്കാരുടെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് അറ്റ് ഹോമാണ്. അവർ അന്നും ജോലി ചെയ്യുന്നുണ്ട്, ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് ദ സിറ്റുവേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ആൻഡ് ദ വർക്കിംഗ് എൻവയോൺമെന്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച്ഡ്. അവര് ഓഫീസിൽ പോയി ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ബട്ട് ദ മാനേജിങ് സ്റ്റൈൽ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കണം. നമ്മൾ സ്റ്റാഗ്നന്റ് ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമ്മൾ ഇന്നതേ ചെയ്യൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ എൻവയോൺമെന്റിൽ വരുന്നുണ്ടോ അതിനനുസൃതമായിട്ട് മാനേജ്മെന്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ശീലിച്ചിട്ടുണ്ടായിരിക്കണം. ആ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇൻടാഞ്ചിബിൾ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടച്ച് ചെയ്യാനായിട്ടോ നോക്കിക്കാണാനായിട്ടോ സാധിക്കില്ല. ഓൺലി ആഫ്റ്റർ ഇറ്റ്സ് പെർഫോമൻസ് through the result we can say that there is efficient management. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും മാനേജ്മെന്റ് എന്താന്ന് ചോദിച്ചിട്ട് പോയി തൊട്ട് നോക്കാനായിട്ടോ അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാനായിട്ടോ സാധിക്കില്ല. ചില ആക്ടിവിറ്റീസ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക അവിടെ പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ എൻഡ് റിസൾട്ട് എന്താണോ ആ എൻഡ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നല്ല പ്രോഫിറ്റബിലിറ്റി വർഷങ്ങളായിട്ടുണ്ടാകുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള വർക്ക് എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ പറയും ദർ ഈസ് എഫിഷ്യന്റ് മാനേജ്മെന്റ്. എപ്പോഴും എംപ്ലോയീസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, സമരങ്ങളും ലേ ഔട്ടുകളും ഒക്കെ വരുന്നു. അപ്പൊ നമ്മൾ പറയും ദർ ഈസ് ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോക്കി കാണാനായിട്ടോ ടച്ച് ചെയ്യാനായിട്ടോ സാധിക്കാത്ത ഒരു സംഭവം എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഡൈനാമിക് ആണ്. നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസിനനുസരിച്ചായിരിക്കണം ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് പറയുന്ന ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്. നല്ല ജോർജ് ടെറിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇൻവോൾവ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് റാദർ ദാൻ ഡൂയിങ് ഇറ്റ് സെൽഫ്. ഒരാൾ സ്വമേധയാ ചെയ്യുന്നതല്ല, മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ് എന്നൊക്കെ പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി.
സിസ്റ്റം ഓഫ് അതോറിറ്റി. നിങ്ങൾ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഫയോളിന്റെ പ്രിൻസിപ്പിൾസിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതോറിറ്റി ഈസ് കൺസിഡറിങ് ആസ് ദ ബേസിസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് മാനേജീരിയൽ ഫങ്ഷൻസ്. ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി ആൻ അതോറിറ്റി. അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. അധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺസ് ഹു ആർ ഹാവിംഗ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫോർ ദി പെർഫോമൻസ് ഓഫ് ദി ഡ്യൂട്ടീസ്. അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള വർക്കേഴ്സിന് കൃത്യസമയത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാനും ആർക്കാണോ അധികാരമുള്ളത് ആ അധികാര കേന്ദ്രത്തിന് അല്ലെങ്കിൽ ആ അധികാര സ്ഥാനത്തിനെയാണ് നമ്മൾ പറയുന്നത് അതോറിറ്റി. സോ മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. അധികാര കേന്ദ്രങ്ങൾ ആ ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നു, അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ആ വർക്ക് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനാവശ്യം വരുന്നതായിട്ടുള്ള ഉപകരണങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. സോ മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. ആൻഡ് നെക്സ്റ്റ്ലി ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി എന്റർപ്രൈസ്. നമ്മൾ 3 ലെവലായിട്ടാണ് മാനേജ്മെന്റിനെ പഠിക്കുന്നത്. അടുത്ത് പറയാനുണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 3 ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ് മാനേജ്മെന്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മാനേജിംഗ് ഡയറക്ടർ, മാനേജർ എന്നൊക്കെ പറയുന്ന ആളുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഡിസിഷൻസ് ടേക്കൺ ബൈ ദ മാനേജർ ഈസ് പാസിംഗ് ടു ദ മിഡിൽ ലെവൽ ആൻഡ് ഫ്രം ദ മിഡിൽ ലെവൽ ഇറ്റ് ഈസ് പാസിംഗ് ടു ദ ബോട്ടം ലെവൽ ഓർ സബോർഡിനേറ്റ് ലെവൽ. അപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നത്. എല്ലാ ഗ്രൂപ്പിലും അല്ലെങ്കിൽ എല്ലാ ലെവലുകളിലും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടുന്ന ഒന്നാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ആൻ ആക്ടിവേറ്റിംഗ് ഫാക്ടർ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ദി സെൻസ് ദാറ്റ് ദ മാനേജർ ഈസ് ഹാവിംഗ് ദ കപ്പാസിറ്റി ടു മോട്ടിവേറ്റ് അതേഴ്സ് ടു അക്കംപ്ലിഷ് ദ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്, നമ്മളുടെ എല്ലാവരുടെയും കൂടി ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള ഒരു തോന്നല് എംപ്ലോയീസിൽ ഉണ്ടാക്കുകയും അവരെ വർക്ക് ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ കോഓപ്പറേഷൻ എല്ലാ എംപ്ലോയീസിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കണം. ദാറ്റ് ഈസ് വൈ മാനേജ്മെന്റ് ഈസ് കൺസിഡറിങ് ആസ് ആൻ ആക്ടിവേറ്റിംഗ് ഫാക്ടർ. ബാക്കി നാം താങ്ക് യു.